Hi, hello, welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് 350 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബൈക്ക് GPS ട്രാക്കറാണ് ഇതിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 24/7 ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ആണ്. അതായത് നമ്മുടെ ഈ വണ്ടി എവിടെയാണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് 24 മണിക്കൂർ ലൈവായിട്ടാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ടോവിങ് അലേർട്ട്, അതായത് നമ്മുടെ വണ്ടി ആരെങ്കിലുമൊക്കെ നമ്മൾ നോ പാർക്കിങ്ങിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും പോലീസോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊളത്തിയിട്ടൊക്കെ കൊണ്ടുപോയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോണിൽ അത് ടോവിങ് അലേർട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ആക്സിഡൻറ്റ് അലേർട്ട്, അതായത് നമ്മൾ വണ്ടി ആക്സിഡൻ്റ് ആയി അത് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ റൂട്ടും കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഡ്രൈവിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഷ് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ അത് പറയും നമ്മളെ ഡ്രൈവിംഗ് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലും നമുക്കത് ഈ ഒരു GPS ട്രാക്കർ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പീഡ് മോണിറ്ററിങ്, നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇന്ന സ്പീഡിലേ പോകാൻ പാടുള്ളൂ, ഇതാണ് നല്ലത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സ്റ്റേഷനറി ഫോളോ അലേർട്ട് എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ മേലോട്ട് എന്തെങ്കിലും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഇതാന്ന് തോന്നുന്നു, അങ്ങനെയാണ് ചിഹ്നം കാണുന്നത്. അതുപോലെ തന്നെ ഇഗ്നീഷൻ ഓൺ ആൻഡ് ഓഫ്, നമ്മളെ വണ്ടി ഓൺ ആയിട്ടാണോ നമ്മൾ പോണത്, അത് ഓഫാക്കിയിട്ടില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെക്കുലാരിറ്റീസ് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ GPS ട്രാക്കർ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4290 ആണ്. എന്തുകൊണ്ടും ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകുന്നവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ക്യൂബോൻ്റെ ബൈക്ക് GPS ട്രാക്കർ. ഇത് ഹീറോ ഗ്രൂപ്പിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിം കാർഡ്, ഡാറ്റ പ്ലാനൊക്കെ ഇതിൽ, ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആട്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ചെറിയൊരു മൊഡ്യൂളറാട്ടോ ഈ ഒരു GPS ട്രാക്കർ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ സീറ്റിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരു മിനി ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. HJGയുടെ ആണ് നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന് ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ വണ്ടി ഡെലിവറി കൊടുക്കും. അപ്പോൾ അത്യാവശ്യം നൈറ്റ് ആയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്ക് ടയർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. റേസിൻ്റെ ഒരു ബാക്ക് ടയർ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതവിടെ ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് സ്പീഡായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ റൈഡിന് പോകാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഇത് നമ്മൾ സീറ്റ് റെസ്റ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്തേക്കാണ്. ഇതിൻ്റെ പഴയ സീറ്റ് റെസ്റ്റ് നല്ല രീതിയിൽ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും ഇതിലിപ്പോൾ സൈഡിൽ ബാഗും കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. കസ്റ്റമർ ഇത്ര മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ കാര്യങ്ങളും കൂടി നോക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു അപ്ഡേഷൻസ് മാത്രമാണ് കസ്റ്റമർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ടയറും കൂടി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടയറും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കിൽ കണ്ടില്ലേ നല്ലൊരു പുതിയ കാരിയറും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വരും, കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ GPS ട്രാക്കറിൻ്റെ. കണ്ടില്ല, ഇത്രയധികം ഫെസിലിറ്റീസ് ഈ GPS ട്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് അതുപോലെ ലോങ് റൈഡൊക്കെ പോണവർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ GPS ട്രാക്കർ. ഹീറോ ഗ്രൂപ്പിൻ്റെ ക്യൂബോ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നത്. ഈ ഫോഗ് ലൈറ്റ് നമ്മൾ കത്തിച്ച് കാണിച്ചു തരാം. ഡുവൽ കളറാണ് കേട്ടോ. യെല്ലോ വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, നല്ല പവർ ഉണ്ട് അല്ലേ. HJGയുടെ അല്ലേ ഇത്? എന്താ റേറ്റ്? 999. ഇത് എത്ര റേറ്റ്? 1500 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ടയർ നമ്മൾ ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇതിൻ്റെ ബാക്ക് ടയർ അത്യാവശ്യം
ഉണ്ട്, പക്ഷേ ലോങ് റൈഡ് പോണോണ്ട് മാറ്റിയെന്ന് മാത്രം. കഴിഞ്ഞു കേട്ടോ പണി. നമ്മൾ റാമ്പിൽ നിന്നൊക്കെ ഇറക്കുകയാണ് വണ്ടി. ചെറിയ പണി മാത്രമായിട്ട് ഈ വണ്ടി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ വേണ്ടി ഫുള്ളി റെഡി ആക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്തു, GPS ഫിറ്റ് ചെയ്തു, പിന്നെ ടയർ മാറ്റി, ഒരു ചെറിയ മിനി ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തു. ഞാൻ ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജെറിക്കാൻ, അതുപോലെ തന്നെ ടോപ്പ് ബോക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ലഗേജ് കാരിയേഴ്സ്, സൈഡിൽ പാനിയേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും വേണം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. ഇതിപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾ ഇന്ത്യ ട്രിപ്പിന് റെഡിയായൊരു ബുള്ളറ്റ് 350 എന്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. മെയിനായിട്ട് ചെയ്തത് ആ ബൈക്ക് GPS ട്രാക്കർ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നോർമലി എന്താണ് എല്ലാവരും നോർമൽ വണ്ടികളും ചെയ്യുന്നൊരു കാര്യം തന്നെ കേട്ടോ. അതാണ്ടോ എന്നെ കാണുന്നുണ്ടാവില്ല ഇതിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ടയറും ഫിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു ലഗേജ് കാരിയർ പോലെ വരുന്ന ഒരു കാരിയറും ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ഷോപ്പ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വർക്ക്ഷോപ്പ് വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഒന്നും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ഫ്രം ഗാരേജ് 51.